ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുൽഖർ സൽമാന്റെ കാന്ത ഇന്ന് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. 1950 കാലഘട്ടത്തിൽ തമിഴ് സിനിമാ രംഗത്ത് സജീവമായിരുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കി തമിഴ് പ്രഭ സെൽവമണി സെൽവരാജ് എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത്. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ റാണ ദഗപതി, ദുൽഖർ സൽമാൻ, പ്രശാന്ത് പടലൂരി, ജോം വർഗീസ് എന്നിങ്ങനെ 4 പേർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയിൽ സമുദ്രകനി, ഭാഗ്യശ്രീ ബോൾസെ, റാണ ദഗപതി എന്നിവരാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ DOP ചെയ്തിരിക്കുന്നത് ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചിട്ടുള്ളത് ലെവലിൻ ആന്റണി ഗോൺസാൽവസ് ആണ്. ജാനു ചന്ദ്രന്റെ വരികൾക്ക് ജെക്സ് ബിജോയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കും സിനിമാ പ്രവർത്തകർക്കുമായി ബുധനാഴ്ച രാത്രി നടത്തിയ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇന്നലെ വ്യാഴാഴ്ച രാത്രി ഹൈദരാബാദിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം നടന്ന പ്രീമിയർ ഷോയ്ക്ക് ശേഷവും പോസിറ്റീവ് ഡീസന്റ് അഭിപ്രായം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെ 9:30 കേരളത്തിൽ ആരംഭിച്ച റെഗുലർ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രീമിയർ ഷോ റിപ്പോർട്ടുകളെല്ലാം തന്നെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ പകുതി ദുൽഖർ, ഭാഗ്യശ്രീ ബോൾസെ, സമുദ്രകനി എന്നിവരുടെ തകർപ്പൻ പ്രകടനമാണ് നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടാം പകുതി ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാക്കി കാന്തയെ മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യ പകുതി ഗുരു ശിഷ്യ ബന്ധം പറഞ്ഞു പോകുന്ന രീതിയിൽ സാവകാശം മുന്നോട്ട് പോയി രണ്ടാം പകുതിയിലേക്ക് വഴിമാറുമ്പോൾ രണ്ടാം പകുതി ഒരു അന്വേഷണാത്മക ത്രില്ലർ കാറ്റഗറിയിലേക്ക് മാറി വളരെ മികച്ച ക്ലൈമാക്സിൽ സിനിമ പൂർത്തിയാവുകയാണ്. ചിത്രത്തിന് DOP, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എന്നിങ്ങനെ ടെക്നിക്കൽ വശങ്ങളും മേക്കിങ്ങും എല്ലാം തന്നെ വളരെ മികച്ച നിലവാരം പുലർത്തുകയും ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരോട്, സിനിമാസ്വാദകരോട് 100% നീതി പുലർത്തുന്ന ഒരു മികച്ച തമിഴ് സിനിമ തന്നെയാണ് കാന്ത. ഇനി ഈ സിനിമയുടെ പ്രീസെയിൽ ഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ 37 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ആന്ധ്ര, തമിഴ്നാട് പ്രീസെയിൽ ഘടനയായി 2 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യൻ പ്രീസെയിൽ ഘടനയായി 2,50,00,000 റേഞ്ചിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ ഘടനയായി ഏകദേശം 2,85 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതുമാണ്. കാന്തയുടെ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾക്കിടയിൽ തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവൽ, പൃഥ്വിരാജിന്റെ വിലായത് ബുദ്ധ എന്നീ സിനിമകളുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കൂടി പറഞ്ഞു പോകാം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ 1 മിനിറ്റ് 50 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. നവാഗതനായ ജിതിൻ K. ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനുമാണ്. ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജിഷ വിജയൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സംവിധായകൻ ജിതിൻ K. ജോസ്, ജിഷ്ണു ശ്രീകുമാർ എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ നവംബർ 27-നാണ് തിയേറ്ററെത്തുന്നത്. കാന്ത സിനിമയ്ക്കൊപ്പം വിവിധ തിയേറ്ററുകളിൽ കളങ്കാവലിന്റെ ട്രെയിലർ കൂടി പ്രദർശനം നടത്തുകയാണ്. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ നവംബർ 21 വെള്ളിയാഴ്ചയാണ് തിയേറ്ററെത്തുന്നത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 6:30 റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ലുലു മാളിൽ വൈകിട്ട് 6:30 ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ഇവന്റ് സംഘടിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് തിയേറ്ററിലേത് പ്രധാനമായും തെലുങ്ക്, തമിഴ് പതിപ്പാണ്. അതുകൊണ്ട് തന്നെ മലയാളം പതിപ്പിനായി കാത്തിരുന്നവർക്ക് ചെറിയൊരു നിരാശയുണ്ട്. എങ്കിലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.